Hi students, welcome to the new topic Determinants Part 2. So in this class, we will discuss some properties of determinants. Property ഉപയോഗിച്ചുകൊണ്ട് determinant evaluate ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് determinant evaluate ചെയ്യുക എന്നുള്ളത് with respect to any row or column expand ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അത് ഡയറക്റ്റ് നമുക്ക് determinant evaluate ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷേ ഇവിടെ ചില ഡിറ്റർമിനന്റ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ചില മെത്തേഡുകളാണ് പ്രോപ്പർട്ടീസ് പറയുന്നത്. ലെറ്റ്സ് ഗോ ടു ദി ടോപ്പിക്. Properties of determinants. See, the first property called a reflection property. The value of the determinant remains unaltered by interchanging its rows and columns. അതായത് ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റും അതിൻ്റെ റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്ത് കിട്ടുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റും സെയിം ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റും അതിൻ്റെ ട്രാൻസ്പോസിൻ്റെ ഡിറ്റർമിനൻറ്റും സെയിം ആയിരിക്കും എന്നാണ് പ്രോപ്പർട്ടി 1 പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഈസ് സെയിം ആസ് ഡിറ്റർമിനൻറ്റ് ഓഫ് എ ട്രാൻസ്പോസ്. ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റും അതിൻ്റെ റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്ത ഡിറ്റർമിൻ്റെയും മെട്രിക്സിൻ്റെയും ഡിറ്റർമിനൻറ്റ് സെയിം ആയിരിക്കും എന്നാണ് പ്രോപ്പർട്ടി 1 പറയുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് സപ്പോസ് ഡെൽറ്റ ഡിറ്റർമിനൻറ്റ് A1 A2 A3 B1 B2 B3 ആൻഡ് C1 C2 C3 ആൻഡ് ഡെൽറ്റ ഡാഷ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഇൻ്റർചേഞ്ചിങ് ഇറ്റ്സ് റോസ് ആൻഡ് കോളംസ്. കണ്ടില്ലേ, റോസും കോളംസൊക്കെ ഇവിടുത്തെ റോസൊക്കെ ഇവിടെ കോളം ആയിട്ട് മാറുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ യു എക്സ്പാൻഡ് ഡെൽറ്റ along row 1 with respect to row 1 ഉപയോഗിച്ചുകൊണ്ട് ഡെൽറ്റ ഇവാലുവേറ്റ് ചെയ്യുന്നതും എന്നാൽ ഡെൽറ്റ ഡാഷിനെ വിത്ത് റെസ്പെക്ട് ടു കോളം 1 ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യുന്നതും രണ്ടും ഒന്നായിരിക്കില്ലേ? സോ കിട്ടുന്ന വാല്യൂം സെയിം ആയിരിക്കും. ഡിറ്റർമിനെ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എനി റോ ഓർ എനി കോളം എക്സ്പാൻഡ് ചെയ്യുക, അങ്ങനെ എക്സ്പാൻഡ് ചെയ്താലും സെയിം ആയിരിക്കും. ഇവിടെ നമ്മൾ ഡെൽറ്റയെ റോ 1 വെച്ചിട്ടും ഡെൽറ്റ ഡാഷിനെ കോളം 1 വെച്ചിട്ടും ഒരേ എലമെൻ്റ് ആണ് ഇല്ലേ? സോ ദേ ആർ സെയിം. So this is first property. Determinant of a square matrix is same as determinant of its transpose. Next property. Property 2 is called a switching property. Switching property പറയുന്നത് if two rows അല്ലെങ്കിൽ columns of a determinant are interchanged, then the sign of the determinant also changed. അപ്പം രണ്ട് റോ ഇൻ്റർചേഞ്ച് ചെയ്യുന്നു, ഇല്ലെങ്കിൽ രണ്ട് കോളം ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ദ ഒറിജിനൽ ഡിറ്റർമിനൻറ്റും ചേഞ്ച് ചെയ്ത് കിട്ടുന്ന ഡിറ്റർമിൻ്റെയും സൈൻ ഓപ്പോസിറ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് സപ്പോസ് ഡിറ്റർമിൻ ഡെൽറ്റ ഇസ് A1 A2 A3 B1 B2 B3 C1 C2 C3 ആൻഡ് നമ്മളിവിടെ റോ 1ഉം റോ 2ഉം ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. റോ 1 ആൻഡ് റോ 2. അപ്പോൾ കിട്ടുന്ന ഡെൽറ്റ ഡാഷ് എന്ന് പറയുന്നത് B1 B2 B3 A1 A2 A3 ആൻഡ് C1 C2 C3. ഇതാ റോ 1ഉം റോ 2ഉം ഇൻ്റർചേഞ്ച് ചെയ്യുന്നു, ഇത് രണ്ടും. ഓക്കെ, ദെൻ ഇവാലുവേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഡെൽറ്റ ഡാഷ് ഈസ് എ നെഗറ്റീവ് ഓഫ് ഡെൽറ്റ എന്ന് കിട്ടും. വേണം ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് വേണം നോക്കാം, അല്ലെങ്കിൽ എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഇതാണ് പ്രോപ്പർട്ടി പറയുന്നത്. എനി ടു റോസ് അല്ലെങ്കിൽ എനി ടു കോളംസ് ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൈൻ ഓഫ് ദി ഡിറ്റർമിനൻറ്റ് ചേഞ്ച് ചെയ്യുന്നതാണ് പ്രോപ്പർട്ടി പറയുന്നത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, ഒരു ഡിറ്റർമിനൻറ്റിൽ രണ്ട് പ്രാവശ്യം ഇൻ്റർചേഞ്ച് നടത്തിയാൽ രണ്ട് പ്രാവശ്യം നെഗറ്റീവ് ആവും, അപ്പം ദെൻ പോസിറ്റീവ്. 3 പ്രാവശ്യം ഇൻ്റർചേഞ്ച് നടത്തിയാൽ മൂന്ന് പ്രാവശ്യം അത് നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കും, ദെൻ അഗെയിൻ നെഗറ്റീവ്. അപ്പോൾ ഓഡ് നമ്പർ ഓഫ് ടൈംസും ഈവൺ നമ്പർ ഓഫ് ടൈംസും ഇൻ്റർചേഞ്ച് നടത്തിയാൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് അടുത്ത് നോക്കാം. ഇഫ് എനി റോ ഓർ കോളം ഓഫ് എ ഡിറ്റർമിനൻറ്റ് ക്യാരിഡ് ഓവർ n റോസ് ഓർ n കോളംസ് ലൈക്ക് ദാറ്റ്. അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന ഡെൽറ്റ ഡാഷ് -1 ആയിരിക്കും ഇല്ലേ? n ടൈംസ് ഇൻ്റർചേഞ്ചിങ് നടത്തി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് -1 നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു, ഒരു പ്രാവശ്യം നടത്തിയാൽ നെഗറ്റീവ് വരും, 2 പ്രാവശ്യം നടത്തിയാൽ -1 × -1 സ്ക്വയർ വരും, 3 പ്രാവശ്യം ഇൻ്റർചേഞ്ചിങ് നടത്തിയാൽ -1 ക്യൂബ് വരും, n ടൈംസ് നടത്തിയാൽ -1 വരും. ഇവിടെ n എന്ന് പറയുന്നത് ഈവൺ ആണെങ്കിൽ, ഈവൺ നമ്പർ ഓഫ് ടൈംസ് ആണ് ഇൻ്റർചേഞ്ചിങ് നടത്തുന്നതെങ്കിൽ ഇറ്റ് ഈസ് ഡെൽറ്റ തന്നെ, നോ ചേഞ്ച്. ഓക്കെ, ദെൻ ഓഡ് നമ്പർ ഓഫ് ടൈംസ് n ഓഡ് ആണെങ്കിൽ ദിസ് വൺ ഈസ് മൈനസ് ഡെൽറ്റ ആയിരിക്കും. ഓക്കെ, ഇതാണ് പ്രോപ്പർട്ടി. ഒന്ന് ഓർത്തിരിക്കുക, ഒരു ഡിറ്റർമിൻ്റെ any two rows അല്ലെങ്കിൽ any two columns
ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഡിറ്റർമിനൻ്റ് ഈസ് നെഗറ്റീവ് ഓഫ് ദ ഒറിജിനൽ വൺ ആയിരിക്കും ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ദാറ്റ് ഈസ് പ്രോപ്പർട്ടി 2. ഇവിടെ നമുക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ഡിറ്റർമിൻ ഡെൽറ്റ -1 6 -2 2 1 1 4 1 -3 is equal to expanding along first row ചെയ്യുന്നു. -1 into determinant of this -3 -1 -6 into determinant of this 2 into -3 -6 -4 plus -2 into determinant is 2 -4, then last we get 68. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇത് ഡയറക്റ്റ് മെത്തഡാണ്. ഇൻ്റർചേഞ്ചിങ് റോ 1 ആൻഡ് റോ 3. റോ 1ഉം റോ 3യും ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, ആ ഇൻ്റർചേഞ്ച് ചെയ്ത് കിട്ടുന്ന എന്താണ്? ഇതാണ് ഇൻ്റർചേഞ്ച് ചെയ്ത് കിട്ടുന്നത്. അതും എക്സ്പാൻഡ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു എനി റോ ഓർ എനി കോളം. ഇവിടെ ഫസ്റ്റ് റോ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എക്സ്പാൻഡ് ചെയ്യുന്നു. എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് -68 ആണ്. സോ വി ക്യാൻ സീ ദാറ്റ് ഇങ്ങനെ ഇൻ്റർചേഞ്ചിങ് നടത്തിയാൽ ദിസ് ഇസ് നെഗറ്റീവ് ഓഫ് ദ ഒറിജിനൽ വൺ ആയിരിക്കും. ഓക്കെ, ദാറ്റ്സ് എ വെരിഫിക്കേഷൻ ഓഫ് പ്രോപ്പർട്ടി 2. ദെൻ പ്രോപ്പർട്ടി 3. So repetition property. If 2 rows or 2 columns of a determinant are identical, then the value is 0. ഒരു ഡിറ്റർമിൻ്റെ ഏതെങ്കിലും 2 റോ ഇല്ലെങ്കിൽ ഏതെങ്കിലും 2 കോളം ഐഡൻറ്റിക്കൽ ആണെങ്കിൽ ദ വാല്യൂ ഓഫ് ദ ഡിറ്റർമിനൻ്റ് 0 ആയിരിക്കും എന്നാണ് പറയുന്നത്. നോക്കാം, നമ്മുടെ കഴിഞ്ഞ പ്രോപ്പർട്ടി ഓർത്തിരിക്കുക. വേറൊന്ന്, ഇഫ് ദ ഐഡൻറ്റിക്കൽ റോസ് ഓർ കോളംസ് പറഞ്ഞിരിക്കുന്നത് രണ്ടും ഇൻ്റർചേഞ്ച് ചെയ്താൽ എന്താ സംഭവിക്കുക? ഇപ്പോൾ 2 റോ അല്ലെങ്കിൽ 2 കോളം ഐഡൻറ്റിക്കൽ ആണെങ്കിൽ അത് തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്താൽ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല, നോ ചേഞ്ച് അല്ലേ, ഐഡൻറ്റിക്കൽ ആണല്ലോ. അപ്പം അവിടെ പറഞ്ഞിരിക്കുന്നത് വാല്യൂ ഓഫ് ദ ഡിറ്റർമിനൻ്റ് റിമെയിൻസ് അൺചേഞ്ച്ഡ്. കാരണം ഐഡൻറ്റിക്കൽ റോസ് ഐഡൻറ്റിക്കൽ കോളംസ് തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. സോ ഡെൽറ്റ ഡാഷ് ഈക്വൽ ഡെൽറ്റ. പക്ഷേ പ്രോപ്പർട്ടി 2 പ്രകാരം എനി 2 റോസ് ഓർ എനി 2 കോളംസ് ഇൻ്റർചേഞ്ച് ചെയ്യാൻ എന്താ സംഭവിക്കുക? 1 ഈസ് നെഗറ്റീവ് ഓഫ് ദ അതർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 2 ഇക്വേഷൻ ശ്രദ്ധിച്ചേ. ഇത് ശ്രദ്ധിക്കുക ഒന്നുകൂടി. ഐഡൻറ്റിക്കൽ റോസ് ഇല്ലെങ്കിൽ ഐഡൻറ്റിക്കൽ കോളംസ് ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മാറ്റമൊന്നും ഉണ്ടാവില്ല എന്നാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് നോർമലി. പക്ഷേ പ്രോപ്പർട്ടി 2 പ്രകാരം ഇങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഡിറ്റർമിനൻ്റ് ഈസ് നെഗറ്റീവ് ഓഫ് ദി ഒറിജിനൽ വൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ശരിയായിരിക്കണമല്ലോ. സോ ഫ്രം 1 and 2 ഡെൽറ്റ ഈക്വൽ ടു മൈനസ് ഡെൽറ്റ. അങ്ങനെ വരണമെങ്കിൽ ദ ഓൺലി പോസിബിലിറ്റി ദാറ്റ് ഡിറ്റർമിനൻ്റ് ഈസ് 0. അതാണ് പറഞ്ഞത്. എനി 2 റോസ് അല്ലെങ്കിൽ എനി 2 കോളംസ് ആർ ഐഡൻറ്റിക്കൽ ആണെങ്കിൽ, ഒരേപോലെ ആണെങ്കിൽ ഡിറ്റർമിൻ്റെ വാല്യൂ ഉറപ്പായിട്ടും 0 ആയിരിക്കും. നമുക്ക് എക്സ്പാൻഡ് ചെയ്താൽ തന്നെ നമുക്ക് 0 എന്ന് പറയാം. ഓക്കെ, ഒരു എക്സാമ്പിൾ വേണം നോക്കാം. ഡിറ്റർമിനൻ്റ് 1 2 3 4 5 6 അഗൈൻ 1 2 3. ഇവിടെ റോ 1ഉം റോ 3യും ഐഡൻറ്റിക്കലാണ് അല്ലേ. ഡിറ്റർമിനൻ്റ് ഇവാലുവേറ്റ് ചെയ്താൽ ഉറപ്പായിട്ടും 0 കിട്ടുന്ന കാണാം നമുക്ക്. ശരിയല്ലേ, 0 കിട്ടുന്ന കാണാം. ദാറ്റ്സ് പ്രോപ്പർട്ടി 3. ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടി 4, സ്കെലാർ മൾട്ടിപ്പിൾ പ്രോപ്പർട്ടി. നോക്കിക്കോളൂ. ഇഫ് ഈച്ച് എലമെന്റ് ഓഫ് എ റോ ഓർ കോളം ഓഫ് എ ഡിറ്റർമിനന്റ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ എ സ്കെലാർ കെ. ഒരു ഡിറ്റർമിൻ്റെ റോ അല്ലെങ്കിൽ കോളത്തിനെ ഒരു സ്കെലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ദെൻ ഇറ്റ്സ് വാല്യൂ ഗെറ്റ്സ് മൾട്ടിപ്ലൈഡ് ബൈ കെ. ഓക്കെ, മെട്രിക്സിൽ അങ്ങനെയല്ല. മെട്രിക്സിനെ ഒരു സ്കെലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ അതിലെ എല്ലാ എലമെൻറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്യാന്നാണ്. ഇവിടെ ഏതെങ്കിലും റോയിനെയോ ഏതെങ്കിലും കോളത്തിനെയോ ഡിറ്റർമിൻ്റെ ഏതെങ്കിലും റോയോ കോളത്തിനെയോ ഒരു സ്കെലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഡിറ്റർമിൻ്റെ വാല്യൂയെ ഗെറ്റ്സ് മൾട്ടിപ്ലൈഡ് ബൈ കെ ആയിരിക്കും. നമുക്ക് വെരിഫിക്കേഷൻ വേണമെന്ന് നോക്കാം. സപ്പോസ് ഡെൽറ്റ ഡിറ്റർമിനൻ്റ് A1 B1 C1 A2 B2 C2 A3 B3 C3. ഇവിടെ കണ്ടില്ലേ, ഞാൻ ആ ഫസ്റ്റ് റോനെ ഒരു കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് വാല്യൂ ഇസ് കെ ഇൻറ്റു ഡിറ്റർമിൻ ഡെൽറ്റ. ഓക്കെ, മെട്രിക്സ് പോലെ കെ ഇൻറ്റു മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് എല്ലാ എലമെൻറ്റും മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഡിറ്റർമിൻ്റ് അതുപോലെയല്ല എന്ന് ഓർത്തിരിക്കുക. ദെൻ വേറെ എക്സാമ്പിൾ വേണം നോക്കാം. ഞാൻ ഫസ്റ്റ് റോനെയും സെക്കൻഡ് റോനെയും കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? ഫസ്റ്റ് റോനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കെ, സെക്കൻഡ് റോനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ദെൻ കെ സ്ക്വയർ ഡെൽറ്റ, കെ സ്ക്വയർ ഇൻറ്റു ഒറിജിനൽ 1. ഓക്കെ, വൺ മോർ. ഞാൻ 3 റോയിനെയും കെ കൊണ്ട് മൾട്ടിപ്ലൈ ആണ്, അല്ലെങ്കിൽ 3 കോളത്തിനെയും കെ കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. എന്താ സംഭവിക്കുക? ദാറ്റ് ഇസ് കെ ക്യൂബ് ഇൻറ്റു ഡെൽറ്റ എന്ന് വരും. ഓക്കെ, ഡെൽറ്റ A1 B1 C1 A2 B2 C2 ഇതാണ്. ഇതിനെ
ഫസ്റ്റ് റോനെ സെക്കൻഡ് റോനെ തേർഡ് റോനെ ഇല്ലെങ്കിൽ ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം തേർഡ് കോളത്തിനെ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ദെൻ കെ ഇൻറ്റു കെ ടൈംസ് ദ ഒറിജിനൽ ഡിറ്റർമിനൻറ്റ് കെ ക്യൂബ് ഡെൽറ്റ. ഓക്കെ, ദെൻ ഇവിടെ വേണമെങ്കിൽ ഇതൊന്ന് നോക്കിക്കോളൂ. ഇവിടെ XA1 YB1 ZC1 ശ്രദ്ധിക്കൂ. ഈ കോളത്തിനെ ഞാൻ ഇവിടെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത്, സെക്കൻഡ് കോളത്തിനെ വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത്, തേർഡ് കോളത്തിനെ സെഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് എക്സ് ഔട്ട് സൈഡിൽ എടുക്കാം, ഇവിടുന്ന് വൈ ഔട്ട് സൈഡിൽ എടുക്കാം, ഇവിടുന്ന് സെഡ് ഔട്ട് സൈഡിൽ എടുക്കാം. മെട്രിക്സ് പോലെ കോമൺ ആയിട്ട് എല്ലാ എലമെൻറ്റിനും പുറത്തെടുക്കണമെന്നില്ല. റോയിന്നോ ഇല്ലെങ്കിൽ കോളത്തിനോ ഔട്ട് സൈഡിൽ എടുക്കാം. ഇവിടുന്ന് ഫസ്റ്റ് കോളത്തിന് എക്സ് ഔട്ട് സൈഡിൽ എടുത്തു, സെക്കൻഡ് കോളത്തിന് വൈ ഔട്ട് സൈഡിൽ എടുത്തു, തേർഡ് കോളത്തിന് സെഡ് ഔട്ട് സൈഡിൽ എടുത്തിട്ടുണ്ട്. ദെൻ ഇൻറ്റു ഡിറ്റർമിൻ A1 B1 C1 A2 B2 C2 ദെൻ XYZ ഇൻറ്റു ഡെൽറ്റ. ഈ പ്രോപ്പർട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വേണമെന്ന് ഒരു ജനറലൈസേഷനിൽ എത്താൻ പറ്റും. ഇഫ് A is a square matrix of order n, then determinant of lambda is a scalar, lambda A is lambda raised to n into determinant of A. ക്ലിയർ ആണോ? ഇത് എവിടുത്തെ കാണാം നമുക്ക്? ഡെൽറ്റ എന്ന് പറയുന്നത് എന്താണ്? ഈ ഡിറ്റർമിനൻ്റ് ആണ്. ഓക്കെ, ദെൻ ഫസ്റ്റ് ലാംഡ എ, ഈ മൂന്നാമത്തെ പ്രോപ്പർട്ടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. A1 B1 C1 എന്നുള്ളത് ഇതൊരു ഈ മെട്രിക്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ എലമെൻ്റ് എല്ലാം മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും അല്ലേ? അപ്പോൾ ഈ തേർഡ് വൺ ഇതാണ് കിട്ടുക. ഇതെന്താണ്? ഓർഡർ 3 ആണെങ്കിൽ ഇറ്റ് ഈസ് കെ ക്യൂബ് ഇൻറ്റു ഡെൽറ്റ. ഇവിടെ ഓർഡർ n ആണ്, ദെൻ ലാംഡ റൈസ് ടു n ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് ജനറലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ പ്രൂഫ് നമുക്ക് പിന്നെ പഠിക്കുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കാം. യെസ്, ആൻഡ് പ്രോപ്പർട്ടി 4 വേണമെങ്കിൽ നമുക്കൊരു വെരിഫിക്കേഷൻ നടത്താം, ഇല്ലെങ്കിൽ അവിടെ ഒരു വേറെ റിസൾട്ട് ഉണ്ട്, ശ്രദ്ധിക്കുക. ഡിറ്റർമിനൻ്റ് ഓഫ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഓഫ് ഓഡ് ഓർഡർ ഈസ് 0. പ്രോപ്പർട്ടി 4ൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. Determinant of a skew symmetric matrix of odd order is 0. നോക്കാം. If A is a skew symmetric matrix of odd order, skew symmetric ആണെങ്കിൽ A ട്രാൻസ്പോസ് മൈനസ് A ആണ് അല്ലേ? Then determinant of A transpose equal to determinant of minus A. That implies determinant of A ട്രാൻസ്പോസും determinant of Aയും സെയിം ആണ് ഇല്ലേ? What is determinant of minus A എന്ന് വെച്ചാൽ -1നെ ഈ മെട്രിക്സിൽ എല്ലാ എലമെൻറ്റും മൾട്ടിപ്ലൈ ഉണ്ടാവും. നമ്മൾ ലാസ്റ്റത്തെ പ്രോപ്പർട്ടി വെച്ചുകൊണ്ട് വിച്ച് ഇസ് -1 റൈസ് ടു n ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് പറയാം. ഓക്കെ, ദാറ്റ് ഇംപ്ലൈസ് വാട്ട്? ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈക്വൽ ടു -1 റൈസ് ടു n ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എ. n ഓഡ് ആണ്. n ഓഡ് ആണെങ്കിൽ -1 റൈസ് ടു n എന്ന് പറയുന്നത് -1 തന്നെ ആയിരിക്കും. സോ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈക്വൽ ടു മൈനസ് ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇംപ്ലൈസ് എന്തായിരിക്കും? ഡിറ്റർമിനൻ്റ് ഓഫ് എ 0 ആവാനുള്ള ചാൻസേ ഉള്ളൂ. അതാണ് ഡിറ്റർമിനൻ്റ് ഓഫ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഓഫ് ഓഡ് ഓർഡർ 0 എന്ന് പറയുന്നത്. ഓക്കെ, ശരിക്കും ശ്രദ്ധിക്കുക. അടുത്ത പ്രോപ്പർട്ടി, പ്രോപ്പർട്ടി 5, പ്രൊപ്പോർഷണാലിറ്റി പ്രോപ്പർട്ടി. ഇഫ് 2 റോസ് ഇല്ലെങ്കിൽ കോളംസ് ഓഫ് എ ഡിറ്റർമിനൻ്റ് ആർ പ്രൊപ്പോർഷണൽ, 2 റോ ഇല്ലെങ്കിൽ 2 കോളം പ്രൊപ്പോർഷണൽ ആണ്, ഇല്ലെങ്കിൽ ഒന്നിൻ്റെ ഒരു റോയിൻ്റെ മൾട്ടിപ്പിളാണ് അടുത്ത റോ, ഇല്ലെങ്കിൽ ഒരു കോളത്തിൻ്റെ മൾട്ടിപ്പിളാണ് അടുത്ത കോളം, എങ്കിൽ ഡിറ്റർമിനൻ്റ് വാല്യൂ 0 ആയിരിക്കും. സി ഡെൽറ്റ ഡിറ്റർമിനൻ്റ് A1 A2 A3 B1 B2 B3 ആൻഡ് K1 K2 K3. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഫസ്റ്റ് റോൻ്റെ മൾട്ടിപ്പിളാണ് തേർഡ് റോ, അതായത് ഫസ്റ്റ് റോവും തേർഡ് റോവും പ്രൊപ്പോർഷണലാണ്. നോ ഡൗട്ട് ഇറ്റ്സ് വാല്യൂ 0 ആയിരിക്കും. എന്താ കാര്യം? നമുക്ക് വേണം നോക്കാം. ഇവിടെ നമുക്ക് തേർഡ് റോ കെ കോമൺ ആണ്, വി ക്യാൻ ടേക്ക് കെ ഔട്ട് സൈഡ് ഇല്ലേ? കെ ഇൻറ്റു A1 A2 A3 B1 B2 B3 A1 A2 A3. ഇവിടെ നമുക്ക് പ്രീവിയസ് പ്രോപ്പർട്ടി പ്രകാരം 2 റോസ് ആർ ഐഡൻറ്റിക്കൽ അല്ലേ? R1ഉം R3യും ഐഡൻറ്റിക്കൽ ആണ്. സോ വാല്യൂ 0 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് പ്രോപ്പർട്ടി 5. യെസ്, പ്രോപ്പർട്ടി 6, സം പ്രോപ്പർട്ടി ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. If each element of a row or column of a determinant is expressed as the sum of 2 or more terms, then the determinant can be expressed as the sum of 2 or more determinants. എത്രയേ ഉള്ളൂ? ഏതെങ്കിലും റോ ഇല്ലെങ്കിൽ ഏതെങ്കിലും കോളം
ബേസ് ചെയ്തുകൊണ്ട് ആ കോളത്തിലോ റോയിലോ സം ഓഫ് 2 എലമെൻറ്റോ 3 എലമെൻറ്റോ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്യാം. അതിനേക്കാൾ ഞാൻ ഒരു വെരിഫിക്കേഷൻ പറയാം. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ലിസൺ, ഈ ഡിറ്റർമിനൻ്റ് നോക്കൂ. ദ ഫസ്റ്റ് റോ ഈസ് എ സം ഓഫ് 2 എലമെൻറ്റ്സ്. കറക്റ്റ് അല്ലേ? സോ ദിസ് ഡിറ്റർമിനൻ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് സം ഓഫ് 2 ഡിറ്റർമിനൻറ്റ്സ്. ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം നമുക്ക് വിത്ത് റെസ്പെക്ട് ടു റോ ഓർ കോളം. ഓക്കെ, അപ്പം ഒറ്റ റോ അല്ലെങ്കിൽ ഒറ്റ കോളത്തിനെ ബേസ് ചെയ്തുകൊണ്ടേ അറ്റ് എ ടൈം ചെയ്യാൻ പറ്റൂ. സി, ദിസ് ക്യാൻ ബി ടേക്കൻ ആസ്, ലിസൺ, ദ ഫസ്റ്റ് പാർട്ട്, ദാറ്റ് ഈസ് A1 B1 C1. അതിവിടെ ഉണ്ട്. ബാക്കി റോയും കോളും ഒക്കെ, ബാക്കി റോ ഒക്കെ സെയിം ആണ്, അതേപോലെ കീപ്പ് ചെയ്യാം. പ്ലസ് അടുത്ത് നോക്കണം, ബാക്കിയുള്ള എക്സ് വൈ സെഡ്. സി ദിസ്, വേറെ റോ 2 റോ 3 ഒരു ചേഞ്ചും ഇല്ല, ഒരു ചേഞ്ചും സംഭവിക്കില്ല. അറ്റ് എ ടൈം ഒരു റോ അല്ലെങ്കിൽ ഒരു കോളം മാത്രമേ ഇത് വെച്ച് സ്പ്ലിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. ഇതാണ് പ്രോപ്പർട്ടി. ഓക്കെ, ശരിക്കും ശ്രദ്ധിക്കുക. ആൻഡ് പ്രോപ്പർട്ടി 7, invariance property. If any row or column of a determinant, a multiple of another row or column is added, the value of the determinant is same. It's a very, very important property. ഇത്രേ ഉള്ളൂ. ഏതെങ്കിലും റോ എടുത്തു കഴിഞ്ഞ് എ മൾട്ടിപ്പിൾ ഓഫ് അനദർ റോ, വേറെ ഏതെങ്കിലും റോയിൻ്റെ മൾട്ടിപ്പിൾ എടുത്തിട്ട് നമ്മൾ ആദ്യം ഉദ്ദേശിച്ച റോ ആയിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ വാല്യൂ ഓഫ് ദ ഡിറ്റർമിനൻ്റ് ചേഞ്ച് ചെയ്യില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുന്നതിനേക്കാളും നല്ല, സി an എക്സാമ്പിൾ, ഒരു വെരിഫിക്കേഷൻ നോക്കാം. സപ്പോസ് ഡെൽറ്റ ലൈക്ക് ദിസ്, ഡിറ്റർമിനൻ്റ് A1 B1 C1 A2 B2 C2 and A3 B3 C3. See an operation, R1 changes to R1 plus lambda R3. അതായത് റോ 1ൻ്റെ കൂടെ റോ 3ൽ ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അത് റോ 1 ആയിട്ട് ആഡ് ചെയ്യുന്നു. റോ 1 ചേഞ്ച് ചെയ്യുന്നു, റോ 1ൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ചേഞ്ച് ചെയ്ത് എങ്ങനെയാണ്? സി, റോ 1 ചേഞ്ചസ് ടു റോ 1 പ്ലസ് ലാംഡ റോ 3. ഇവിടെ ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു റോ 3യെ, ലാംഡ A3 പ്ലസ് A1. സോ A1 പ്ലസ് ലാംഡ A3. സിമിലർലി B1 പ്ലസ് ലാംഡ B3. ഓക്കെ അല്ലേ? ദെൻ C1 പ്ലസ് ലാംഡ C3. ഓക്കെ, ഇതാണ് ഡെൽറ്റ ഡാഷ്. പ്രോപ്പർട്ടി പറയുന്നത് എന്താണ്? ഇത് രണ്ടും സെയിം ആയിരിക്കുന്നത്. നമുക്ക് തൊട്ട് മുമ്പുള്ള പ്രോപ്പർട്ടി വെച്ചുകൊണ്ട് വേണമെങ്കിൽ ഇതൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം നമുക്ക്. ലൈക്ക് ദിസ്, സി A1 B1 C1 A2 B2 C2. ഇതാ ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്തു, പ്ലസ് ലാംഡ A3 ലാംഡ B3 ലാംഡ C3, ലാംഡ കോമൺ ആണ് ഔട്ട് സൈഡ്, ലൈക്ക് ദിസ്. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, സെക്കൻഡ് മെട്രിക്സിൽ സി ഫസ്റ്റ് റോ ആൻഡ് തേർഡ് റോ ആർ സെയിം, ആർ ഐഡൻറ്റിക്കൽ. സോ ഇറ്റ്സ് വാല്യൂ 0 അല്ലേ? അപ്പോൾ ഇത് മാത്രമേ ബാക്കിയാവുള്ളൂ. ദാറ്റ് ഈസ് ഡെൽറ്റ. ഇതാണ് പ്രോപ്പർട്ടി പറയുന്നത്. ഏതെങ്കിലും റോ, സപ്പോസ് കൺസിഡർ റോ, വേറെ ഏതെങ്കിലും റോൻ്റെ മൾട്ടിപ്പിൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഏത് റോ ആണോ ചേഞ്ച് ചെയ്യുന്ന ആ റോൻ്റെ കൂടെ അങ്ങോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിറ്റർമിൻ്റെ വാല്യൂവിൽ ചേഞ്ച് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതുപോലെ കോളും. ഓക്കെ, ദാറ്റ്സ് എ പ്രോപ്പർട്ടി, ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. യെസ്, വേണമെങ്കിൽ ഒന്ന് വെരിഫൈ ചെയ്യാം നമുക്ക്. സപ്പോസ് എ ഡെൽറ്റ ലൈക്ക് ദിസ്, എ ഡിറ്റർമിനൻ്റ് നേരത്തെ നമ്മൾ ചെയ്തു, ഇറ്റ് 68. ഇവിടെ നമുക്ക് എന്തെങ്കിലും ഇതുപോലെ ഒരു ഓപ്പറേഷൻ നമുക്ക് നടത്താം. യെസ്, ഇവിടെ ഡിറ്റർമിനൻ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ സൗകര്യത്തിന് സി റോ 2 കാണുന്നില്ലേ? റോ 2ലെ ചില ഓപ്പറേഷൻസ് ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ ചെയ്യുന്നത് പിന്നെ മനസ്സിലാവും. ഓക്കെ, റോ 2 ഗേവ്സ് റോ 2 പ്ലസ് 2 റോ 1. അതായത് റോ 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് റോ 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് റോ 2 ആയിട്ട് ആഡ് ചെയ്യുന്നു. അങ്ങനെയാണ് റോ 2 ചേഞ്ച് ചെയ്യുന്നത്. ഇത്തരം ഓപ്പറേഷൻസ് നമ്മൾ എലമെൻ്ററി ഓപ്പറേഷൻ കഴിഞ്ഞ ടോപ്പിക്കിൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി പഠിച്ചിട്ടുണ്ട്. അത്തരം ഓപ്പറേഷൻസ് ഈസിയാണ്. അതുപോലെ റോ 3യും ചേഞ്ച് ആവുന്നു. എന്തിന്? റോ 3 ചേഞ്ച് ആവുന്നത് എങ്ങനെയാണെന്ന് നോക്കിയോളൂ. റോ 1ൻ്റെ കൂടെ 4 മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാണ് റോ 3 ആയിട്ട്. എന്തിനാണെന്ന് മനസ്സിലാവും. ഇത് രണ്ടും 0 ആക്കാനാണ് ഉദ്ദേശിക്കുന്നത് തൽക്കാലം. ഓക്കെ, റോ 2ലെ ഈ എലമെൻറ്റ് 0, റോ 3ലെ ഈ എലമെൻറ്റും 0 നോക്കാം നമുക്ക്. സി, ഇതിനെ ആദ്യം റോ 2 ചേഞ്ച് ചെയ്യാൻ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു, ദെൻ 0. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ദെൻ 12, 1 പ്ലസ് 12 13. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, -4, 1 പ്ലസ് -4 1 പ്ലസ്
-4 അല്ലേ, -3 കറക്റ്റ് അല്ലേ. ദെൻ അടുത്ത് റോ 3 ചേഞ്ചസ് ടു റോ 3ൻ്റെ കൂടെ 4 റോ 1, 4 ഇൻറ്റു റോ 1. അപ്പോൾ ഇവിടെ -4 കൊണ്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, -1 ഇൻറ്റു 4 -4, 4 പ്ലസ് -4 0, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു 24, 1 പ്ലസ് 24 25, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു -8 -3 പ്ലസ് -8 -11. ഓക്കെ, ദെൻ ഇവിടെ 0 ആക്കി മാറ്റി. അതിൻ്റെ ബെനിഫിറ്റ് എന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ഡിറ്റർമിനൻറ്റിൽ ഏതെങ്കിലും റോയിലോ കോളത്തിലോ കൂടുതൽ സീറോസ് ഉണ്ടെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് കോളം ഓർ റോ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഡിറ്റർമിനൻറ്റ് ഇവാലുവേറ്റ് ചെയ്യാം. സോ എക്സ്പാൻഷൻ എലോങ് കോളം 1 എന്ന് പറയുമ്പോൾ ഈസി ആയിട്ട് ചെയ്തു, -1 ഇൻറ്റു ദിസ് ഡിറ്റർമിനൻറ്റ്. സോ ഈസി ആയിട്ട് 68 എന്ന് കിട്ടി. സി ബോത്ത് ആർ സെയിം. ഇതാണ് ഓപ്പറേഷൻസ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് എ വെരിഫിക്കേഷൻ ഓഫ് പ്രോപ്പർട്ടി 7. Then property 8, if A equal to Aij is a diagonal matrix of order n, then determinant of A എന്ന് പറയുന്നത് the product of diagonal elements ആയിരിക്കുന്നതാണ് പറയുന്നത്. That is equal to A11 into A22 A33 up to ANN. What is diagonal matrix? Diagonal matrix എന്ന് വെച്ചാൽ diagonal element ഒഴികെ ബാക്കിയൊക്കെ സീറോസ് ആണ് ഇല്ലേ. സോ അത്തരം മെട്രിക്സിൻ്റെ, സ്ക്വയർ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാൻ പ്രോഡക്റ്റ് ഓഫ് ദ ഡയഗണൽ എലമെൻറ്റ്സ് കണ്ടുപിടിച്ചാൽ മതിയാവും എന്ന ഈസി മെത്തേഡാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. സപ്പോസ് എ ഈസ് ഈക്വൽ ടു മെട്രിക്സ്, എ ഡയഗണൽ മെട്രിക്സ് A00 0B0 00 C. വാട്ട് ഈസ് ഡിറ്റർമിനൻറ്റ് ഓഫ് എ? ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? റിസൾട്ട് പ്രകാരം നമുക്ക് കിട്ടേണ്ടത് എന്താണ്? ദ പ്രോഡക്റ്റ് ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ്, ദാറ്റ് ഈസ് A B C. A ഇൻറ്റു B ഇൻറ്റു C ആണ്. നമുക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് A ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് A ഇൻറ്റു A into determinant of this minus 0 into this plus 0 into expanding along first row. അല്ലേ? യെസ്. സോ നമുക്ക് കിട്ടുന്നത് ABC ആണ് അല്ലേ. സോ ഇറ്റ്സ് എ ഡയഗണൽ മെട്രിക്സ്, ഇറ്റ്സ് ഡിറ്റർമിനന്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് വെരിഫൈ ചെയ്തു. ഓക്കെ, ഈസിയാണ്, അതൊക്കെ ഓർത്തിരിക്കുക. യെസ്. പ്രോപ്പർട്ടി 9, if A and B are square matrices of the same order, then determinant of AB equal to ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് ബി. അതായത് രണ്ട് മെട്രിക്സിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടിട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്നതും രണ്ടും സെയിം ആണെന്നാണ് പ്രോപ്പർട്ടി പറയുന്നത്. ഓക്കെ, സി സപ്പോസ് എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് 3 2 1 0 ആൻഡ് ബി ഈക്വൽ ടു 4 1 3 -2. ഓക്കെ, വാട്ട് ഈസ് എ ബി? എ ഇൻറ്റു ബി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സി ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം multiply ചെയ്യുന്നു, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം ലൈക്ക് ദിസ്, then we get 18 -1 4 1. That is AB. What is determinant of A? Is -2. What is determinant of B? It is -8 -3 -11 അല്ലേ. What is determinant of AB? That is 22. So it's very easy. Determinant of AB എന്ന് പറയുന്നത് determinant of A into determinant of B ആണ് അല്ലേ. Determinant of A into B -2 into this 22 is determinant of AB. That's a property. ഈസിയാണ്, ഓർത്തിരിക്കുക. That's end of the second topic, second session of this determinant. The next topic is we will discuss some problems on determinants. Thank you.